ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിത സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 53-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ദേവിയുടെ കണങ്കാലുകളെ പറ്റിയായിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 84-ാമത്തെ ശ്ലോകം, ദേവിയുടെ പാദങ്ങൾ, പാദവർണ്ണന. അപ്പം ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമ. ശ്ലോകം 84. ശ്രുതീനാമൂർധാനോ ദദതി തവ യൗ ശേഖരതയാ മമാപ്യേതൗ മാതഃ ശിരസി ദയയാ ധേഹി ശരണൗ യയോപാദ്യം പാഥഃ പശുപതി ജടാചൂടതടിനീ യയോർലാക്ഷാലക്ഷ്മീരരുണഹരിചൂടാമണിരുചിഃ. ഇനി വാക്കുകൾ നോക്കാം. ശ്രുതീനാം മൂർധാനോ ദധതി തവ യൗ ശേഖരതയാ മമ അപി യേതൗ മമാപ്യേതൗ മാതഃ ശിരസി ദയയാ ദേഹി ചരണൗ യയോഃ പാദ്യം പാഥഃ പശുപതി ജടാചൂടതടിനീ. ഒരു പദം. യയോർലാക്ഷാലക്ഷ്മീഃ യയോഃ ലാക്ഷാലക്ഷ്മീഃ യയോഃ ലാക്ഷാലക്ഷ്മീഃ യയോർലാക്ഷാലക്ഷ്മി. ഇനി അരുണ ഹരിചൂടാമണിരുചിഃ. അരുണ ഹരിചൂടാമണിരുചിഃ. അപ്പോൾ ആ പദം, ലാസ്റ്റ് പാദം ഒന്നിച്ചൊറ്റ പദമായിട്ട് വായിക്കണം. യയോർലാക്ഷാലക്ഷ്മീരരുണഹരിചൂടാമണിരുചിഃ. ഇനി അത് പിരിക്കണം, ശ്വാസം കിട്ടുന്നില്ല എങ്കിൽ പിരിക്കണമെങ്കിൽ യയോർലാക്ഷാലക്ഷ്മീഃ എന്ന് വിസർഗം ചേർത്തിട്ട് അരുണഹരിചൂടാ മണിരുചി എന്ന് ചൊല്ലാം. ഇനി ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം. ശ്രുതീനാം, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. മൂർധാനോ, മൂർധ എന്ന് പറഞ്ഞാൽ ശിരസ്. ദധതി ധരിച്ചിട്ട്. തവ നിന്തിരുവടിയുടെ. യൗ, യൗ എന്ന് പറഞ്ഞാൽ അത് അല്ലേ. യൗ, തവ യൗ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ യാതൊരു ചരണങ്ങൾ. ആ ചരണങ്ങളെ രണ്ടുള്ള കൊണ്ടാണ് ഔ ചേർത്തത്. ശേഖരത, യാന്ന് പറഞ്ഞാൽ ഏതൊരു, യാതൊരു എന്നൊക്കെ അർത്ഥം. അപ്പം ഇവിടെ രണ്ട് കാലുകളെ ആയതുകൊണ്ട് യൗ എന്ന് പറഞ്ഞു. ശേഖരത, ശേഖരത എന്ന് പറഞ്ഞാൽ ശിരോലങ്കാരം. ശിരോലങ്കാരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കിരീടമായിരിക്കും അല്ലേ. അതപ്പോൾ ശിരോലങ്കാരം. മമ അപി ഏതൗ, മമ അപി ഏതൗ മമാപ്യേതൗ. മമാപ്യേതൗ എന്ന് പറഞ്ഞാൽ മമ അഭി ഏതൗ എന്നാണ്. മമ അഭി, എൻ്റെയും. അതായത് ശിരോഭൂഷണം, അങ്ങയുടെ ശിരാഭൂഷണവും കിരീടവും
അല്ലെങ്കിൽ ശിരോഭൂഷണമായിട്ട് എൻ്റെയും എന്നർത്ഥം. മമ അഭി എൻ്റെയും. പിന്നെ ഏതൗ ഏതൗ എന്ന് പറഞ്ഞാൽ 3 വാക്കുകൾ കൂടുന്നതാണല്ലോ ഇത് മമാപ്യേതൗ. ആ ഏതൗ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഈ മാതക മാതക അമ്മ ജഗദമ്പ, ജഗത്തിൻ്റെ മുഴുവൻ അമ്മ മാതക ശിരസി ശിരസി ശിരസിൽ ദയയാ ദയോടുകൂടി ദേഹി ദേഹി ധരിക്കുക അല്ലെങ്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ എന്താ അതിന് പറയുക, ദേഹി എന്ന് പറഞ്ഞാൽ ഇടുക എന്നൊക്കെ അർത്ഥമുണ്ട്. വയ്ക്കണമേ, ഇവിടെ പാദം, ആ ദേവിയുടെ പാദം എൻ്റെ ശിരസിൽ വയ്ക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ദേഹി തലയിൽ വയ്ക്കുക, ചരണവും 2 പാദങ്ങളെ. അപ്പോൾ ദേവിയുടെ ആ 2 പാദങ്ങൾ ഒക്കെ തത്വങ്ങളാണ്, താത്വികമായിട്ടല്ല ഞാൻ പറയുന്നത്, വാക്കുകളുടെ അർത്ഥം പറയുക. അപ്പം 2 കാലുകൾ എൻ്റെ ശിരസിലും വയ്ക്കണമേ എന്ന്. യയോഹോ യയാന്ന് പറഞ്ഞാൽ ഇവിടെ യയോഹോ എന്ന് പറഞ്ഞാൽ യാതൊരു ചരണങ്ങൾക്ക്, ഏതൊരു കാലുകളാണോ ഏതൊരു ചരണങ്ങൾക്ക് പാദ്യം, പാദ്യം എന്ന് പറഞ്ഞാൽ പാദം കഴുകാനുള്ള വെള്ളം, അതാണ് പാദ്യം. പാതക പാതക എന്ന് പറഞ്ഞാൽ ജലം. അപ്പോൾ കാല് കഴുകാനുള്ള ആ വെള്ളത്തിനെ, ആ വെള്ളം പശുപതി ജടാജൂഢ തടിനി. പശുപതി ആരാണ്? മഹാദേവൻ. അപ്പം മഹാദേവൻ്റെ ജടാജൂഢത്തിൽ നിന്ന്, ജട കെട്ടിവെച്ചിരിക്കുന്നില്ലേ മുകളിൽ, ആ ജടയിൽ നിന്ന് വരുന്ന തടിനി. തടിനി എന്ന് പറഞ്ഞാൽ നദി. അപ്പോൾ ഏതാണ് ഭഗവാന്റെ ശിരസിൽ നിന്ന് വരുന്ന നദി? ഗംഗാനദി. മഹാദേവൻ്റെ തലയിൽ ചൂടിയിരിക്കുന്ന ആ ഗംഗാനദിയെ ആ ജലം കാല് കഴുകാനുള്ള വെള്ളമായി തീരുന്നു എന്നർത്ഥം. പിന്നെ പറയുന്നു യയോഹോ